നമസ്കാരം. ഞാൻ ആൻഡ്രൂ മൈക്കിൾ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബ്ബിൽ നിന്ന് സംസാരിക്കുന്നു. എൻ്റെ കുടുംബമായിട്ട് വളരെയധികം അടുപ്പമുള്ള ബീന ചേച്ചിയുടെ മകനായ ഫ്രിനോയുടെ വിവാഹമാണ് നാളെ. അപ്പോൾ ഇന്നലെ അവരുടെ ഹൽദി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തു. എല്ലാവരും നല്ല ജോളി മൂഡിലായിരുന്നു. സംഗീതവും നല്ല ആഹാരവും കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഫ്രിനോയോട് എന്തെങ്കിലും ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആർക്ക് വേണോ ചോദിക്കാം എന്നൊരു ഘട്ടമെത്തി. അങ്ങനെ മൈക്ക് എൻ്റെ അടുക്കലെത്തി. മണിക്കൂറുകൾക്ക് ശേഷം കതിർ മണ്ഡപത്തിൽ ചെന്ന് നിന്ന് പുതിയ ഒരു വ്യക്തിയോടൊപ്പം ജീവിതം ആരംഭിക്കാൻ തുടങ്ങുന്ന ഫ്രിനോയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം. ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഇതായിരുന്നു. ഞാൻ ഫ്രിനോയോട് ചോദിച്ചു, ഫ്രിനോ, അടുത്ത ദിവസം ബാച്ചിലർ ലൈഫ് ഉപേക്ഷിച്ച് കെട്ടിയോൻ എന്ന പദവിയിലോട്ട് പോകാൻ പോവുക. അങ്ങനെ പോകുമ്പോൾ, അതായത് ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകാൻ പോകും. അങ്ങനെ പോകുമ്പോൾ ഫ്രിനോ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്വഭാവ പ്രത്യേകത എന്താണ്? അതായത് സോഫിയെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഫ്രിനോ, ഇനി എനിക്ക് ആ സ്വഭാവം എൻ്റെ കൂട്ടിന് വേണ്ട, എന്നോടൊപ്പം വേണ്ട, എന്നാലേ സോഫിയായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആകാൻ പറ്റും. ഫ്രിനോ ആ ചോദ്യം പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. ഒത്തിരി ആലോചിച്ചു. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഫ്രിനോ പറഞ്ഞു, എന്നെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, ചേട്ടനെന്ന് വിളിച്ചാൽ മതിയായിരുന്നു, പോട്ടെ. അങ്കിൾ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന സ്വഭാവമുണ്ട്, വിമർശിക്കും. അത് ചിലപ്പോൾ ഞാൻ സോഫിയെ കെട്ടിക്കഴിയുമ്പോൾ അങ്ങനെ വിമർശിക്കുന്ന സ്വഭാവം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഞാനിത് ഇവിടെ പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, വിവാഹമെന്നല്ല, സൗഹൃദ ബന്ധമായിക്കോട്ടെ, സാധാരണ നമ്മളൊരു തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നൊരു വ്യക്തിയുമായിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധമോ ആയിക്കോട്ടെ, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ മറ്റൊരാളുമായി ഇടപഴകുമ്പോൾ നമ്മുടേതായ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി വരും, ത്യജിക്കേണ്ടതായി വരും. ഉദാഹരണത്തിന്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടെന്ന് കരുതുക. ഇത്തിരി ഉണ്ട് കേട്ടോ, ദേഷ്യം വരും. പക്ഷേ നിങ്ങളുമായി ഞാൻ സംസാരിക്കുമ്പോൾ ഈ സ്വഭാവത്തെ ഞാൻ കൂട്ടിലടച്ചിട്ട് വേണം നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ. അതിനെ തുറന്നു വിടരുത്. ഒരു ബന്ധം സക്സസ്ഫുൾ ആകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. എനിക്കൊരുപാട് ഇഡിയോസിൻക്രസീസ്, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയറൽ ഫോമാറ്റ്സ് കാണും. അതിൽ പലതും നെഗറ്റീവാണെന്ന് എനിക്കറിയാം. ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ മറ്റൊരു വ്യക്തിയുമായി ഇടപഴകുമ്പോൾ ആ നെഗറ്റീവായ പ്രത്യേകതയെ ഞാൻ കൂട്ടിലടച്ചു വയ്ക്കും. അങ്ങനെ ഒരു പ്രത്യേകത എനിക്ക് ഇല്ല എന്ന മട്ടിൽ ഞാൻ നിങ്ങളോട് ഇടപഴകാം. ഓക്കെ? എവിടെയും താമസിച്ചില്ലെന്നൊരു പ്രത്യേകത എനിക്കുണ്ടെന്ന് കരുതുക. ലാക്ക് ഓഫ് പങ്ക്ച്വാലിറ്റി. ഞാൻ ഒറ്റയ്ക്ക് ഒരു ചടങ്ങിന് പോകുമ്പോൾ ഇതാകാം. പക്ഷേ എൻ്റെ സുഹൃത്തുമായിട്ടൊരു ചടങ്ങിന് പോകുമ്പോൾ ഈ കൃത്യനിഷ്ഠ ഇല്ലായ്മ എന്ന എൻ്റെ പ്രത്യേകതയെ കൂട്ടിലടയ്ക്കണം. കാരണം അതെൻ്റെ സുഹൃത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല. പുരിഞ്ചിതാ ഞാൻ ചൊല്ലത് കാര്യങ്ങൾ. കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഈ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല കമൻറ്റ് ചെയ്യേണ്ടത്. നമ്പറുണ്ട്, നമ്പർ വിളിച്ച് നമുക്ക് കൂടുതൽ ചർച്ചകൾ ചെയ്യാം. അങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും കൂട്ടിലടക്കേണ്ട ആ ഇഡിയോസിൻക്രസി, ആ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സ്നേഹം നിറഞ്ഞതാകും. ഞാൻ ആൻഡ്രൂ മൈക്കിൾ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബ്ബിൽ നിന്നും സംസാരിക്കുന്നു.